Okay, hi dear friends, good afternoon. This is Vijay Kaira here from Punalur, Kollam branch. So today we are having very beautiful lady, almost only and only 84, 85, 84, 84-year young beautiful lady. So we are going to check the knee, what exactly problem she is having. If she is having any pain, that reflection comes to the face. Okay? Pain? Tadi finger vachara kuttundi. Nanu ingane chamakilla nandu finger. Undo? Orke para? Undu. Ah, seri. Ivide nanu. Na rendu karan only. 2 fingers. One day. So dear friends, with only 2 fingers, I am pushing here. Now she is having ah. I am not pushing harder and hitting. After treatment, we will check. Muga treatment change session hoga. Okay, നല്ല തളത്തിൽ ലൂസ് ആക്കി വിട്ടേക്കണം കേട്ടോ. താത്ത ഒന്നും ചെയ്യില്ല. മടക്കട്ടെ. അയ്യോ അയ്യോ അത്രയ്ക്ക് വേദന ചെയ്യേണ്ടി വരും. Okay, dear friends, we are having a grandma of 84 years. She was feeling with the knee pain, and I just pushed this knee extension with 2 fingers. That time there was pain. നമുക്കിനി വീട്ടിൽ കുത്തി നോക്കാം. ഇപ്പം ഞാൻ ഇങ്ങനെ ഇല്ല, ഞാൻ എങ്ങനെയാണ് ഓക്കെ. നമ്മളെങ്ങനെ ചെക്ക് ചെയ്യും? അങ്ങനെയില്ല, നടന്നോ, സ്പീഡ് നടന്നോ. നേരത്തെ കാട്ടി എന്തായാലും കുറവുണ്ടോ വേദന? നേരത്തെ കാട്ടി എന്തായാലും വേദന കുറവുണ്ടോ? സ്വല്പമുണ്ട്, അതിനെ കുറയ്ക്കാം. നേരത്തെ കാട്ടി കുറവുണ്ടോ? ഓക്കെ. ഏത് കാലിന് സ്വല്പമുണ്ട്? ഓക്കെ. I will come back after a few minutes of teaching the physiotherapy exercise on this knee. This knee was very severe because earlier I was just pushing with 2 fingers and painful, and after that I hit it. But while walking, she is having a little pain. So we are going to teach the physiotherapy exercise. After physiotherapy exercise, we will come again. Video. നല്ലോണം നടക്കണം. മുട്ട് മടക്കി നോർമലായി നടക്കാൻ നോക്കണം. ചെറിയ പിടുത്തമുണ്ട് ഏത് സ്ഥലത്ത് ഇരുന്ന്. അറ്റ്ലീസ്റ്റ് ഇത്രയാവും നമുക്ക് നടക്കാം. സ്പീഡ് നടക്കാൻ പറയും. സ്പീഡ് അല്ലാതെ ആ ഒരു പെയിനിന്റെ ടെൻഡൻസി കാണാൻ ശീലമായി പോയി. അത് പോവാതെ നടക്കണം. അത് അങ്ങനെ നടന്നു കഴിഞ്ഞാൽ
ആ അല്ല അതിന് മാക്സിമം കൺട്രോൾ ചെയ്യോ ഇനി ഭാവി അല്ലെങ്കിൽ നടു പോകും. ഇപ്പൊ അങ്ങനെയല്ലല്ലോ. അല്ല ഇത്രയും അമ്മ നടക്കാം. ഇനി ഈ ഞാൻ പറഞ്ഞ 50-60% ആയോ? നല്ലൊരു ഫീഡ്ബാക്ക് കൊടുക്ക. നല്ല എനിക്ക് ജെന്വൻ ഫീഡ്ബാക്ക് വേണം. എനിക്ക് ജെന്വൻ ഫീഡ്ബാക്ക്. കാരണം അമ്മയ്ക്ക് എന്നാ തോന്നുന്നു പറഞ്ഞാൽ മതി. ഉള്ളത് മുതൽ വളരെ ബുദ്ധിമുട്ടായിരുന്നു. വളരെ വർഷങ്ങളുമായിട്ട് ഞാനിവിടുത്തെ കേട്ടത് കൊണ്ട് എനിക്ക് നടക്കാനെങ്കിലും കഴിയും സാധിക്കുമെന്നൊക്കെ ഉള്ള ആശയിൽ ഞാനിവിടെ വന്നു. എനിക്ക് വളരെ ആശ്വാസമുണ്ട്. താങ്ക് യു ലോർഡ്. ഞാൻ നേരത്തെ നന്ദി പറയുന്നുണ്ട്. എത്ര നന്ദി പറഞ്ഞാൽ കുറവാണ്. നമ്മൾ ഒരു മനുഷ്യന്റെ കാപ്പസിറ്റി എല്ലാം ക്യാപ്സിറ്റി എനിക്ക് ഒരു കാപ്പസിറ്റി ഉണ്ട്. ആ കാപ്പസിറ്റി വെച്ചാൽ എൻ്റെ മാക്സിമം ശ്രമിച്ചു. I think in my opinion, my calculation, 50-60% better ആയിട്ടുണ്ട്. Because it's severely degenerated and lag is there, flexion deformity is there. So due to some certain issue in the knee, we can't help that much 100%. And age is also pretty good, 84. So I just did. What we can say, if we do the proper physiotherapy, no doubt she can survive. How long the years God has given to her, she can survive. No need to go for TKR or like this big decision. ക്രോസ് ചെയ്യണം പറഞ്ഞതേ ഉള്ളൂ. ഞാൻ ദൈവത്തിന് ഒത്തിരി നന്ദി പറയുന്നു. ഡോക്ടർക്ക് ഞാൻ ഒത്തിരി കടപ്പെട്ടവളുമായിരുന്നു. എന്റെ മോനെ പോലെ തന്നെ ഞാൻ എന്നും ഓർക്കും. താങ്ക് യു. അമ്മ ഒന്നുകൂടി നടന്നു നോക്കി. മുടന്താപ്പ് നടക്കാൻ നോക്കുമ്പോ കാലിന് ചെയ്ത് ലോഡ് കൊടുത്ത് നടക്കാൻ നോക്കും. ഇപ്പൊ ചെയ്യണം. സ്വല്പം ഈ ആട്ടം ചെയ്താൽ നടക്കും. ഈ ആട്ടം ചെയ്തു പോയി. ഞാൻ പപ്പായ പറഞ്ഞേച്ച അന്ന് ഞാൻ പൂർണ്ണമായിട്ട് തിരിച്ചു വരുന്നു. ശരിയാ പോകുന്ന പോലെ അല്ല. ഇപ്പം നല്ല സ്ട്രൈറ്റ് ആയിട്ടാണ് നടക്കുന്നത് കേട്ടോ. ഞാൻ പറഞ്ഞു ഞാൻ പോകുന്ന പോലെ അല്ലായിരിക്കണം വരുന്നത്, തിരിച്ച് പ്രാർത്ഥിക്കരുന്ന് പറഞ്ഞേച്ചാണ്. ഓക്കെ.